കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 5-ാമത്തെ വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതും കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അവകാശമായി പറയുവാൻ കഴിയുന്ന ഒരേ ഒരു സാക്ഷ്യമാണ് നമ്മുടെ കർത്താവ്. വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വേദപുസ്തകം വായിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വസ്ത സാക്ഷി എന്ന നിലയിൽ അവൻ എന്ന് പറഞ്ഞ യേശു ദൈവവചനവും മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് അർക്കപ്പെട്ട ദൈവകുഞ്ഞാടും ഭൂരാജാക്കന്മാർക്ക് അധിപതി അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ഹല്ലേലൂയ. യേശുവിനെ പ്രവാചകൻ എന്നുള്ള നിലയിലും പുരോഹിതൻ, രാജാവ് എന്നിങ്ങനെ യേശുക്രിസ്തുവിന്റെ വിവിധ നിലകളിൽ വിശുദ്ധ വേദപുസ്തകം ഈ തലമുറയ്ക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്നിട്ടും പലർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഉയർത്തെഴുന്നേറ്റുള്ള ആദ്യജാതനുമാണ് യേശുക്രിസ്തു മാത്രമാണ്. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ആദ്യജാതനായി സ്വർഗാരോഹണം ചെയ്തത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മരിച്ചവരിൽ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ യേശു മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആരും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് പലരും പല നുണപ്രചരണങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. നമ്മളൊക്കെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യൻ റോഡിലൂടെ അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ പുറകെ ഒരുപാട് ആളുകൾ വേറെ ഓടുന്നു. കണ്ടു നിന്നവർ ചോദിച്ചു, എന്തിനാ ഓടുന്നേ? അപ്പം ജനം പറഞ്ഞു, കള്ളൻ ഓടുന്നെന്ന് പറഞ്ഞു. അപ്പം കേട്ടവരെന്ത് ചെയ്തു? അവർ ഓടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഉടനെ അതുവഴി വന്ന പോലീസുകാർ അവർ ചോദിച്ചു, എന്താ വിഷയം? കള്ളൻ ഓടുന്നു പറഞ്ഞു. അവരും ഇറങ്ങി ഓടി. കണ്ടു നിന്നവർ അവരോട് ചോദിച്ചു, എന്താ വിഷയം? കള്ളൻ ഓടുന്നു. അപ്പൊ എല്ലാവരും ഓടാൻ തുടങ്ങി. അപ്പൊ ഒരുവൻ കള്ളനാന്ന് പറഞ്ഞപ്പോൾ അവന്റെ പുറകെ ജനം ഓടുന്നു. അത് കേട്ടവർ വീണ്ടും ഓടുന്നു. കേട്ട നിയമാധികാരികൾ ഓടുന്നു. അങ്ങനെ ആ കള്ളന്റെ പുറകെ ഓട്ടമാണ്. അവൻ കള്ളനാണോ കിട്ടുന്നത് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഒന്ന് ഓർത്തു നോക്കി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് പ്രിയരെ നമ്മൾ എത്തിയിരിക്കുന്നത്. ആരോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഒരു നുണപ്രചരണമാണ് ആമി മരിച്ച പോയ ജനം ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോഹണം ചെയ്തു എന്നൊക്കെ പലരും പഠിപ്പിക്കുന്നത്. അല്ലേലി. പക്ഷെ മരിച്ചവരിൽ ആദ്യജാതൻ യേശുക്രിസ്തുവാണ്. മരിച്ചവരിൽ ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലായി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അനവധി വിശുദ്ധന്മാരെ കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ നമുക്ക് അനവധി വിശുദ്ധന്മാരെ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ മരിച്ചവരിൽ ആദ്യജാതൻ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു യേശു മാത്രമാണ്. വേറെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ സ്വർഗാരോഹണം ചെയ്തു എന്നാണ്. വേദപുസ്തകത്തിനകത്ത് ഒരു തെളിവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് കള്ളന്റെ കാര്യം പറഞ്ഞവര് യേശുവിന്റെ അമ്മ മറിയെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. യേശുവിന്റെ അമ്മ എന്നുള്ള ബഹുമതി ഞങ്ങൾ കൊടുക്കുന്നു. അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് തെളിയിക്കണമെങ്കിൽ തെളിവ് കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങൾക്കും ലോകപ്രകാരത്തിൽ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ആ മറിയ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിനകത്ത് തെളിവ് കൊണ്ടുവരണം. വേദപുസ്തകത്തില്ലാത്ത തെളിവിനെ ആരോ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം അത് കേട്ടെന്ന് ജനം പറയുക. ജനം പറഞ്ഞവൻ കള്ളനാന്നും. അപ്പൊ കേട്ടവരെല്ലാം പറയും. എന്ന് പറഞ്ഞാലും മറിയ യേശുവിന്റെ അമ്മ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞത് കേട്ട് ഇങ്ങനെ പലരും ആ നുണപ്രചരണം നടന്നില്ലേ. പക്ഷേ ആരും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു മാത്രമാണ്.
അപ്പൊ യേശുക്രിസ്തുവിന്റെ അമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായമാണ്. 120 പേരടങ്ങുന്ന ശിഷ്യന്മാരോടൊപ്പം യേശുവിന്റെ അമ്മയും മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് യേശുവിന്റെ അമ്മയും പ്രാർത്ഥിച്ചു. ആ 120 ഗണത്തിൽ യേശുവിന്റെ അമ്മയുണ്ട്. അവർ പിന്നീട് മരിച്ച് കല്ലറയിൽ നിദ്ര കൊള്ളുകയാണ്. കല്ലറയിൽ നിദ്ര കൊള്ളുന്ന യേശുവിന്റെ അമ്മയായ മറിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ കാഹളം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായ മറിയ ഉയർത്തെഴുന്നേക്കും. അന്നേ അവർ സ്വർഗാരോഹണം ചെയ്യുള്ളൂ, സ്വർഗത്തിലേക്ക് ഇറയപ്പെടും. അപ്പൊ അങ്ങനെ പല ചരിത്രങ്ങളും പല വിവരണങ്ങളും പല പ്രചരണങ്ങളും ഒക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനോട് കൂടെ നടന്ന യോഹന്നാൻ, യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്തും ആമിലലിയ യേശുവിന്റെ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ കാണിച്ചിട്ട് കൊടുത്തു. യോഹന്നാൻ അന്ന് തൊട്ട് യേശുവിന്റെ അമ്മയായ മറിയെ ചേർത്ത് വിളിച്ചെന്ന അങ്ങനെ ഉണ്ടായെങ്കിൽ മരിച്ചവരിൽ മറിയ ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ, സ്വർഗാരോഹണം ചെയ്തെങ്കിൽ അതാദ്യം രേഖപ്പെടുത്തേണ്ടത് അപ്പോസ്തലനായ യോഹന്നാനാണ്. പക്ഷെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം യോഹന്നാന് മനസ്സിലായി മരിച്ചവരിൽ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു മാത്രമാണ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നം യോഹന്നാൻ പറയാം, വിശ്വസ്ത സാക്ഷിയും ആദിജാതനും മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗാരോഹണം ചെയ്തവൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയുള്ളൂ. നുണപ്രചരണങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. സത്യത്തിന് വേണ്ടി നിൽക്കണം, സത്യത്തിന് വേണ്ടി രക്തം ചെയ്യണം. അപ്പൊ ഇവിടെ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനുമായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുള്ള മാത്രമാണ് മനുഷ്യനെ രക്ഷയെന്ന് പറയുന്നത്. ദൈവത്തിനും മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് മനുഷ്യന് എന്ത് വിഷയമുണ്ടെങ്കിലും അവന്റെ ഭാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവനെ അലട്ടുന്ന ഏത് പ്രശ്നമായിരുന്നാലും അവൻ ആ വിഷയം പറയുവാനുള്ളത് മരിച്ച അവരിൽ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ദൈവത്തിനും മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുവിനോട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. പ്രൈസലോ. ഇതൊക്കെ വേദപുസ്തകമുണ്ട്, ഞാൻ വേദപുസ്തകം പറയുന്നേ, ഇതിനോട് പ്രചരണമൊന്നും പറയില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏക വിശ്വസ്തൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഈ പുതിയ നിയമസഭയെ കൃപായുഗത്തിൽ ക്രൈസ്തവർക്ക് അഥവാ ഈ ലോകത്തിലുള്ള മുഴുവൻ ജനത്തിനും മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ ഒരു വിശ്വസ്തനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. മറ്റൊരു വിശ്വസ്തനെ ഈ ഭൂമി കാണാൻ കഴിയില്ല. എല്ലാവരും വിശ്വസ്തനാണെന്ന് പറയും. വിശ്വസ്തതയുടെ ഭാവം എല്ലാവർക്കും ഉണ്ട്, അഭിനയങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ കളവുണ്ട്. ചിലർ പറയത്തില്ല, അവൻ എന്റെ വിശ്വസ്തനാണ്, അവന്റെ വിശ്വസ്തനായിട്ടാണ് ഞാൻ അവനെ ഏൽപ്പിച്ച് എന്റെ എല്ലാ കാര്യവും. അവരുടെ ഉള്ളിൽ കളവുണ്ടതേ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന നമ്മുടെ മന്ത്രിമാർക്കൊക്കെ വിശ്വസ്തരായിരിക്കുന്ന സെക്രട്ടറിമാരുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കേ, എത്രയോ വിശ്വസ്തന്മാരാണ് ഭരണ സംവിധാനങ്ങൾ അവിശ്വസ്തത കാണിച്ചത്, കോടികൾ തട്ടിയെടുത്തത്, അഴിമതി കാണിച്ചത്, അതിക്രമം കാണിച്ചത്. ഇപ്പം വിശ്വസ്തൻ എന്ന് പറയും ഭൂമിയിൽ ആരുമില്ല. എന്തിന്? ആത്മീയ നേതൃത്വത്തെ പരിശോധിച്ചാൽ പോലും അതിനകത്ത് വിശ്വസ്തനില്ലെന്നേ. ഏത് ആത്മീയ നേതൃത്വം നിങ്ങൾ പരിശോധിച്ചു വയ്ക്കും. ഇവിടുത്തെ ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ, ഇനിയും വേർപെട്ട കൂട്ടങ്ങൾ പറഞ്ഞാൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലെ വിവിധ വകുപ്പുകൾ, എല്ലാ മേഖലയും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വിശ്വസ്തനെന്ന് പറയുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനുമായ യേശുക്രിസ്തു മാത്രമാണ് ഏക വിശ്വസ്തൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ഏക വിശ്വസ്തനായിരിക്കുന്ന യേശുവിനെ നീ അനുഗമിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തത്തെ നമ്മൾ മുറുകെ പിടിക്കണം. യേശു നമുക്ക് നൽകിയിരിക്കുന്ന, സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന, പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കണം. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. മരിച്ചവരിൽ ആദിജാതനായിരിക്കുന്ന യേശുക്രിസ്തു എന്ന ഏക വിശ്വസ്തനെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നിറവേറും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിലൂടെ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ.
ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാൽ എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും അവന്റെ വാക്തത്വങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആരുടെ വാക്തത്വങ്ങൾ? യേശുക്രിസ്തുവിന്റെ വാക്തത്വങ്ങൾ. ഈ കാണുന്ന ആകാശവും ഭൂമി എല്ലാം മാറിപ്പോകുന്ന, പക്ഷെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 26-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ഹല്ലേലൂയ, നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ എന്ന് അവിടെ പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിന്നെ നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക്, പാപത്തിലേക്ക്, അസത്യത്തിലേക്ക് നീങ്ങരുത്. ഏക വിശ്വസൻ യേശുവാണെന്നൊക്കെ കർത്താവ് പറയുക. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളണം. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. അപ്പം പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. വാക്തത്വം ചെയ്ത യേശു വിശ്വസ്തനാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വിശ്വസ്തനായിരിക്കുന്ന ഒരുവനെ അനുഗമിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യപദവി എന്നൊക്കെ പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ ശ്രോതാവേ, ദൈവാത്മാവിനോട് വ്യക്തിപരമായിട്ട് നിന്നോട് മാത്രം സംസാരിക്കുക. ആ വാക്യം എന്താണ്? ആ വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. അത് പത്രോസിനെ ആയാലും തോമാസിനെ ആയാലും ഈ യോസഫിനെ ആയാലും യോഹന്നാനെ ആയിരുന്നാലും, അത് മറിയാമ്മയായാലും മറിയക്കുട്ടി ആയിരുന്നാലും തങ്കമ്മയായിരുന്നാലും, ഹല്ലേലൂയ, അതിന് ഏത് വ്യക്തികളെ ആയിരുന്നാലും, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറയാണ്, ഏക വിശ്വസ്തൻ യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. അവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കും. നിങ്ങൾക്ക് മാതാപിതാവ് നിന്നെ വിളിക്കുന്നത് യേശുവാ കേട്ടോ. ഒരു സഭയുടെ പാസ്റ്ററല്ല വിളിച്ചത്, ഒരു സഭയുടെ പുരോഹിതനല്ല വിളിച്ചത്, ഒരു സഭയുടെ നേതാവല്ല വിളിച്ചത്, ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവല്ല വിളിച്ചത്, ഒരു സംഘടനയുടെ നേതാവല്ല വിളിച്ചത്, ഈ ലോകത്തിൽ ആരുമല്ല നിന്നെ വിളിച്ചത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനുമായ യേശു ക്രിസ്തുവാണ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് നിന്റെ വിഷയങ്ങളെല്ലാം ഒന്ന് വർദ്ധിച്ചു തരും. നീ ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, ആകുലതകളുടെ നടുവിൽ ഭാരമനുഭവിക്കുന്ന നിന്റെ വിഷയങ്ങളെ പരിഹരിച്ചു നൽകുവാൻ യേശു വിശ്വസ്തന. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ, ആമേൻ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തന. നിങ്ങളോട് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാര് എത്രമാത്രം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ്, ബ്ലോക്കിന്റെ, ആമിനലി, അതുപോലെ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളോട് എന്തെല്ലാം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം മാറിപ്പോയില്ലേ? കാല് മാറിയില്ലേ? കാലുവാരി അവർ പോയില്ലേ? വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പോയില്ലേ? ഹല്ലേലൂയ. എത്രയോ മത നേതാക്കന്മാർ നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ അവരെല്ലാം കാലുവാരി പോയില്ലേ? മനുഷ്യനാണോ കാലുവാരും? വാക്കുമാറും. പക്ഷെ യേശു ഒരിക്കലും വാക്കുമാറത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നെ വിളിച്ച യേശു നിന്നോടുള്ള വാഗ്ദാനത്തിന് ഒരിക്കലും പിന്മാറിപ്പോകുന്നതിന് വാക്കുമാറുന്നവനല്ല. നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നിന്റെ സങ്കടങ്ങൾ മുഴുവൻ അറിയുന്നവൻ, നിന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കരഞ്ഞ് വിലപിച്ച് കണ്ണുനീരുമായി ജീവിതം തകർന്ന് മരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന യഥാർത്ഥ ദൂത്, ഏതേ ഒരു ദൂത്, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. വിശ്വസ സാക്ഷിയും മരിച്ചുവിൽ ആദ്യജാതനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ വേദനകൾ അറിയാൻ കഴിയുള്ളൂ. നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ, നീ വിങ്ങിപ്പൊട്ടുന്ന ചില വിഷയങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നവൻ, നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ, നിന്റെ ചുണ്ടനങ്ങുന്നത്, നിന്റെ ആദരം ചലിക്കുന്നത് പോലും അറിയുന്നവൻ യേശു മാത്രമാ. ആ യേശു പറയുന്നത്,
ആമേലിയ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് ആമേൻ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ദൂത് നിന്നോടുള്ള ദൂത, പുതിയ നിയമസഭയുള്ള ദൂത, ദൈവമക്കൾക്കുള്ള ദൂത. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, വിശ്വസ സാക്ഷിയും മരിച്ചവരിൽ ആദിജാതരുമായവൻ യേശുക്രിസ്തു മാത്രം. അവൻ വിശ്വസ്തനാണ്, ഈ ലോകത്തിലെ ഏക വിശ്വസ്തൻ, സ്വർഗത്തിലും ഭൂമിയിലെ ഏക വിശ്വസ്തൻ യേശു മാത്രം. അപ്പുറത്ത് വേറെ ആരില്ല, ചൂണ്ടിക്കാണിക്കാൻ ഒരാളുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഒരു പുത്രനെ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ചെയ്തു, അബ്രഹാമിനും അല്ലെങ്കിൽ സാറയ്ക്കും ഒരു പുത്രനെ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. അവരത് വിശ്വസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന് സന്തതിയെ കൊടുക്കുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത് 75-ാമത്തെ വയസ്സിൽ, അന്ന് സാറയ്ക്ക് ആമേല് 65 വയസ്സുണ്ട്. അബ്രഹാമും സാറയും 10 വയസ്സിന് വ്യത്യാസമാണ്. അപ്പൊ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് നിനക്ക് ഞാൻ സന്തതിയെ തരും, സാറയോടും പറഞ്ഞ് നിനക്ക് സന്തതി തരും, നിന്റെ ഉദരത്തിൽ തന്നെ എന്റെ വിശുദ്ധ പ്രജ വാഗ്ദത്ത സന്തതി ജനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നെ പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും, നിന്റെ തലമുറയെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇതെല്ലാം നിറവേറുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു. അപ്പൊ അബ്രഹാമിനോട് ദൈവം 75 വയസ്സിൽ വാഗ്ദത്തം ചെയ്തെങ്കിലും നീണ്ട 24 വർഷം 980 വയസ്സിലും വാഗ്ദത്തം നിറവേറിയില്ല. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഇസഹാക്കിനെ ദൈവം അവർക്ക് മകനായിട്ട് കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്താൽ നിറവേറും കേട്ടോ, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും. സാജനത്തോട് പറഞ്ഞു, നിങ്ങൾ അന്യദേശത്ത് അടിമകളായി 400 വർഷം വരെ സേവിക്കും, ശേഷം നിങ്ങൾ മടങ്ങി വരും. അങ്ങനെ ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ 430 വർഷം അവിടെ അടിമകളായിരുന്നു. അവിടെ നിന്ന് അവരെ പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ. പിന്നത്തേതിൽ മോശയിലൂടെ ദൈവം ആ വാഗ്ദത്തത്തിന് പൂർത്തീകരണം വരുത്തി. മിസ്രൈമിൽ കിടന്ന അടിമകളായിരിക്കും ജനത്തെ മടക്കി കൊണ്ടുവന്നു. മോശയുടെ മരണശേഷം യോശുവിലൂടെ പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു ചെന്നു. അവർക്ക് മുമ്പിലുണ്ടായിരുന്ന സകല പ്രതികൂലങ്ങളെ നീക്കുവാൻ ദൈവം അവരോട് കൊടുക്കുന്നു. അതേ വിശ്വാസ സാക്ഷിയും മരിച്ചവരിൽ ആദിജാതരുമായിരിക്കുന്ന യേശുക്രിസ്തു ഏക വിശ്വസം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം അബ്രഹാമിൽ നിറവേറി വാഗ്ദത്തം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക സ്തോത്രം. അപ്പൊ ദൈവം അല്ലേ സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ, വാഗ്ദത്തം എന്ന് എണ്ണുകയാൽ, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിൽ ശക്തി പ്രാപിച്ചു. സാറ എന്ത് ചെയ്തു? തന്റെ പ്രായം കഴിഞ്ഞിട്ടും തനിക്കിനി ഒരു സന്തതിയെ ജനിപ്പിക്കുവാൻ, ജന്മം കൊടുക്കുക, തന്റെ സന്തതിയെ വളർത്താൻ കഴിയില്ല, തന്റെ ഉദരത്തിന് ഒരു സന്തതി ജനിക്കയില്ല എന്ന് സാറയ്ക്ക് ബോധ്യമുണ്ടായിട്ടും വാഗ്ദത്തം ചെയ്തവൻ യേശുക്രിസ്തു വിശ്വസ്തൻ എന്ന് എണ്ണിയതുകൊണ്ട്, ദൈവം വിശ്വസ്തൻ എന്ന് സാറ എണ്ണിയതുകൊണ്ട് സാറയുടെ വാർദ്ധക്യത്തിൽ ദൈവം ഒരു മകനെ കൊടുത്തു. അപ്പൊ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകത്തില്ല. നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, സാറയ്ക്കും അബ്രഹാമിനും ദൈവം മകനെ കൊടുത്തു. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ദൈവം മക്കളെ കൊടുത്തു. ഹല്ലേലൂയ. മച്ചിയായിരുന്ന എലിസബത്തിന് സക്കറിയാവിനും ദൈവം മകനെ കൊടുത്തു, യോഹന്നാൻ സ്നാപകനെ. അതുകൊണ്ട് ഇന്ന് പകൽ പുത്രോത്പാദനത്തിൽ തടസ്സമായി നിൽക്കുന്ന, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങൾ കയറിയിറങ്ങുന്ന,
വ്യക്തികളോട് പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തലമുറയെ തരും. പക്ഷേ ഒരു വ്യവസ്ഥ, തലമുറയെ തരുമെന്ന് നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം. അവൻ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനുമായിരിക്കുന്ന ഏക വിശ്വസ്തനായിരിക്കുന്ന യേശുക്രിസ്തു നിന്നോട് പറയുക, നിനക്ക് തലമുറയെ ദൈവം തരുമെന്ന്. അതെ, ദൈവം നിനക്ക് തലമുറയെ തരും, തലമുറകളെ തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ നിരാശകളായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, പലരുടെയും പരിഹാസത്തിന്റെ മുമ്പിലായിരിക്കാം. നീ പരിഹാസങ്ങളിൽ വേദനിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നീ മനസ്സുകൊണ്ട് തളർന്നു പോകരുത്, ജീവിതം കൊണ്ട് തളർന്നു പോകരുത്, വിശ്വാസത്തിൽ നീ തളർന്നു പോകരുത്. മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും വിശ്വാസത്തിൽ നീ തളർന്നു പോകാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഗ്ലോറി, ഹല്ലേലൂയ. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് എന്നിന്റെ എല്ലാ വിഷയം. അതുകൊണ്ടാണ് യോഹന്നാൻ, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയങ്ങളിൽ പറഞ്ഞത്, അവൻ വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്, അവൻ ഏക വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് അല്ലയോ ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 3:2 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 3:2 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അപ്പൊ മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന പോലെ യേശു എന്ത് ചെയ്തു? തന്നെ നിയമിച്ചാക്കിയ സ്ഥാനങ്ങളിലുമെല്ലാം യേശു വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഭാഗത്തെക്കുറിച്ചും എഴുതിയ സ്തോത്രം അവിടെ വായിക്കുന്നത്, ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ദാസനായിരിക്കുമ്പോൾ, മോശ വിശ്വസ്തനായി, അല്ലെ, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ഒരു ദാസനാണ് കേട്ടോ. മോശ ദൈവമല്ല, ദൈവഭവനത്തിൽ വിശ്വസ്തനായ ഒരു ദാസനാണ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു എന്താണ്? ക്രിസ്തു, ഹല്ലേലൂയ, ദൈവഭവനത്തിൽ വിശ്വസ്തനായ ഒരു ദാസനല്ല. ഹല്ലേലൂയ. ദാസനല്ല. ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, അധികാരിയായ പുത്രന, സ്വർഗത്തിൽ അധികാരിയായ പുത്രന. മോശ ദൈവഭവനത്തിലെ ഒരു ദാസനാണെങ്കിൽ യേശു ക്രിസ്തു ദൈവഭവനത്തിൽ അധികാരിയാണ്. അധികാരം യേശുവിനാ. അതുകൊണ്ട് സകലത്തിന്മേലും അധികാരമുള്ള, സർവാധികാരമുള്ള യേശു പറയുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ യഹൂദന്മാർ മോശയെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അതിനാൽ യേശുവിനെ മോശയേക്കാൾ ഉന്നതനാണെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യഹൂദന്മാർ മോശയെ വളരെ ബഹുമാനിച്ചിരുന്നു. അതിനാലാണ് യേശുവിനെ മോശയേക്കാൾ ഉന്നതനാണെന്ന് തെളിയിക്കുവാൻ പൗലോസ് ഈ ഭാഗം കൊണ്ടിരുന്നത്. അത് മോശയേക്കാൾ ഉന്നതനാണ്. മോശ ദൈവഭവനത്തിൽ ദാസനാണ് പ്രിയരെ. എന്നാൽ ക്രിസ്തു ദൈവഭവനത്തിൽ അധികാരിയാണ്. അപ്പൊ അധികാരിയായ യേശു ക്രിസ്തുവാണ് നമ്മൾ വാഗ്ദത്തം ചെയ്യുന്നത്. ആ വാഗ്ദത്തമാണ് യേശു നിറവേറുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവം നിനക്ക് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം, ദൈവഭവനത്തിൽ സ്വർഗത്തിൽ അധികാരിയായി പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥാനിക്കുന്ന യേശു, വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതനും ഉയർത്തെഴുന്നേറ്റവനുമായ ഏക വിശ്വസ്തൻ, ദൈവഭവനത്തിൽ അധികാരിയായ യേശു നിന്നുള്ള വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിന്നുള്ള വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ്. എന്റെ വാഗ്ദത്തം നിറവേറും. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഇവിടെ ദൈവഭവനം എന്ന് പറയുന്നത് ദൈവ കുടുംബമായി ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ്. മോശ ദൈവ കുടുംബത്തിലെ ഒരംഗമെന്നല്ലാതെ കുടുംബനാഥനല്ലായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ കുടുംബം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിന്റെ ജനത്തിനിടയിൽ മോശ ഒരു അംഗമാണ്, കുടുംബത്തിന്റെ നാഥനല്ല.
എന്നാൽ യേശു ഇസ്രായേൽ ജനത്തിൽ അവൻ ഒരു അംഗമല്ല, ഇസ്രായേലിന്റെ പുതിയ നിയമസഭയുടെ ജനത്തിന്റെ മുഴുവൻ പിതാവാണ്. ഹല്ലേലൂയ. അപ്പൊ മോശയേക്കാൾ എത്ര ശ്രേഷ്ഠനാണ് നമ്മുടെ യേശു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവൻ, മോശയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവൻ, യോശുവയുടെ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്തവൻ. ഹല്ലേലൂയ. ആമി ശമൂവേലിനോട് കൂടി ഇരുന്ന് അത്ഭുതം ചെയ്തവൻ, ആമി ദാവീദിനോട് കൂടി ഇരുന്ന് അത്ഭുതം ചെയ്തവൻ. ഹല്ലേലൂയ. ആമി സ്തോത്രം. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂടെ നിന്ന് അത്ഭുതം ചെയ്തവൻ, തന്റെ വാക്ക് മാറ്റിക്കളയാതെ, തന്റെ വാഗ്ദാനം മാറ്റിക്കളയാതെ ഉറച്ചു നിന്ന് വിശ്വസ്തയോടെ ദൈവഭവനത്തിലെ അധികാരി എന്നുള്ള നിലയിൽ, ദൈവപുത്രൻ എന്നുള്ള നിലയിൽ, സാക്ഷാൽ സർവശക്തനായ ദൈവം എന്നുള്ള നിലയിൽ എന്നോടും നിന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും യേശു നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഇതിനുള്ള വാഗ്ദത്തം നിറവേറും കേട്ടോ. മനസ്സുകൊണ്ട് തകർന്നു പോകരുത്, മനസ്സുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. പ്രിയ ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ തളർച്ചയെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വേദനകൾ കാണുന്ന നൊമ്പരം അറിയുന്നവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനയും നിങ്ങളുടെ നൊമ്പരങ്ങളും നിങ്ങളുടെ മനസ്സിലൊന്നും എല്ലാം ഒന്നും വായിച്ചെടുക്കാൻ എനിക്കോ എന്നെ പോലെ മറ്റൊരാൾക്കോ ഒന്നും കഴിയില്ല. പ്രിയരെ, മറ്റൊരാൾക്ക് കഴിയില്ല. അത് മുഴുവൻ അറിയുന്നവൻ യേശുവാ. ഹല്ലേലൂയ. അപ്പൊ യേശു ഹല്ലേലൂയ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു സകലത്തിലും പിതാവിനെ അനുസരിച്ച് സത്യസന്ധമായി ദൈവവേല വിശ്വസ്തയോടെ വിശ്വസ്ത സാക്ഷിയുള്ള നിലയിൽ ചെയ്ത് ഹല്ലേലൂയ യേശു കീർത്തി ലഭിച്ചു. യേശു ക്രിസ്തുവിനെ കീർത്തി കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഏക വിശ്വസ്തനായതുകൊണ്ടാണ് പിതാവായി ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിന്റെ 33 തിരുവയസ്സ് ഭൂമിയിലെ ജീവിതം, തന്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭം തൊട്ട് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനിൽ യോർദാനിൽ സ്നാനമേറ്റയുടൻ ഹല്ലേലൂയ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവിനെന്ന ഒരു ശബ്ദം. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ, പ്രാവുന്ന പോലെ ദേഹരൂപത്തിൽ യേശുവിന് ഇറങ്ങി വന്നു. അതെ, മരിച്ചവരിൽ ആദ്യ ജാതൻ ഉയർത്തെഴുന്നേറ്റുമായ യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്തും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പൊ യേശു മാത്രമാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു മാത്രമാ ദൈവം ആയതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 20:2 പറഞ്ഞു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ദൈവത്തെ മാമോനെയും കൂടി നീ സേവിക്കരുത്. നമ്മൾ സ്തോത്രം ഹല്ലേലൂയ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കും, 2 തോണിയിൽ കാല് വെക്കരുതെന്ന്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, വിശ്വസ സാക്ഷിയും മരിച്ചവരിലാദിച്ചാതിനും ഏക വിശ്വസ്തനുമായിരിക്കുന്ന വാഗ്ദാനം നിന്നോട് പറഞ്ഞ യേശുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം സ്വർഗമാക്കി മാറ്റിയെടുക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ കുടുംബം സ്വർഗമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ, സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ, സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവിന് കഴിയും. അതെ, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകൾ മാറിപ്പോകട്ടെ, കണ്ണുനീര് മാറിപ്പോകട്ടെ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ മരിച്ചവരിൽ ആദ്യ ജാതനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയും. ഹൃദയത്തിനകത്ത് നീ സ്ഥാനം കൊടുത്താൽ ഹല്ലേലൂയ അവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. നിന്നെ കൈവിട്ട് കളയാതെ സൂക്ഷിക്കുന്ന യേശു മാത്രം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമി നമ്മൾ നോക്കിയേ, നമ്മളെ എല്ലാവരും കൈവിടുവന്നേ. നമുക്കറിയാം, അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്നിച്ച് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എത്രയോ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാ മക്കൾ കൈവിട്ട് പോയത്, നഷ്ടപ്പെട്ടത്. എത്രയോ മക്കളാണ് അപ്പനമ്മമാരെ കൈവിട്ട് കളഞ്ഞത്. തീർത്ഥാടനത്തിനും പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോയിട്ട് അപ്പനെയും അമ്മയും കൈവിട്ട് കളഞ്ഞിട്ട് മക്കൾ വീട്ടിലേക്ക് പോയത്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരെയും നമ്മളെല്ലാവരും കൈവിട്ടുവന്നേ. എല്ലാവരും നമ്മെ കൈവിടും. എന്റെ ഏരിയ എന്നാൽ നമ്മളെ കൈവിടാതെ സൂക്ഷിക്കുന്നവൻ, കൈവിട്ട് കളയാതെ നമ്മെ തേടി വരുന്നവൻ, അന്വേഷിച്ച് വരുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അതാണ് നമ്മൾ ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ
99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടിയെത്തി കണ്ടെത്തി അതിനെ തോളിലേറ്റി സന്തോഷത്തോടെ കൊണ്ടുവരുന്നവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അതെ, നീ കാണാതെ പോയതായിരുന്നു, നഷ്ടപ്പെട്ടു പോയതായിരുന്നു, ദൈവഭവനത്തിൽ നീ അകന്നു പോയതായിരുന്നു. എന്നാൽ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ആദ്യജാതനുമായിരിക്കുന്ന ഏക വിശ്വസ്തനായ ദൈവം നിന്റെ സ്വർഗത്തിൽ നീ വീണ്ടും നിനക്ക് സ്വർഗീയ പദവി തരാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ ചേർത്ത് പിടിച്ചതോർക്കുമ്പോൾ ഹല്ലേലൂയ, 2 കരങ്ങളും കൂട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, ആ തരങ്ങൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാട്ട്, നിനക്ക് ഇത്രമാത്രം കൃപ തരുവാൻ, നിന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ, നിന്നെ ഇത്രമാത്രം ഉയർത്തുവാൻ, നിന്നെ ഇത്രമാത്രം അവൻ ചേർത്ത് പിടിക്കുവാൻ നിന്റെ ജീവിതത്തിൽ എന്താണ് നിനക്കുള്ളത്? പക്ഷെ നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല സംഭവങ്ങളെ നോക്കാതെ, നിന്റെ പാപങ്ങളെ നോക്കാതെ, നിന്റെ അകൃത്യങ്ങളെ നോക്കാതെ, നീ ചെയ്തു പോയി തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് നിന്നെ ചേർത്ത് പിടിച്ച് സ്വന്തം മകനായി മകളായി സ്വർഗത്തിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിനക്ക് തന്ന് ഈ ഭൂമി നിന്നെ നിർത്തിയ ദൈവത്തിന്റെ കൃപയോർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. സ്വാഭാവി എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ദൈവത്തെ സ്തുതിക്കണം. ആദരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, അതെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാ. അപ്പൊ നമ്മുടെ ദൈവം എന്ത് ചെയ്തു? വിശ്വസ്തനാ. രണ്ടാമതായി നമ്മുടെ ദൈവം വിശ്വസ്തൻ എവിടാണ്? രണ്ടാമതായി നമ്മുടെ ദൈവം വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ തീത്തോസിന്റെ ലേഖനം 3-8 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന്. 2-ാമത്തെ ഭാഗത്ത് തീത്തോസ് ലേഖനം 3:8 അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം. ഹല്ലേലൂയ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നത് ഈ വചനം വിശ്വാസയോഗ്യമാണ്. നമ്മൾ പറയുന്ന വചനം വിശ്വാസയോഗ്യമാണ്. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിലും ഉത്സാഹമുള്ളവരായി ഹല്ലേലൂയ ഇരിക്കണമെന്നാണ്. ഈ വചനം വിശ്വാസയോഗ്യം, മാറ്റമില്ല. അപ്പം രണ്ടാമത് ഈ വചനം വചനം വിശ്വസ്തമാണ് ദൈവം പറയുക. അപ്പം ദൈവവചനത്തെ കോടാനുകോടി കണക്കിന് ജനങ്ങൾ വിശ്വസിച്ചു. ദൈവവചനത്തെ കോടാനുകോടി ജനങ്ങൾ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിച്ച് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് കർത്താവ് വിളിച്ച് നിത്യതയ്ക്ക് വേണ്ടി നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. കോടാനുകോടി ജനം ഈ വിശ്വാസയോഗ്യമായിരിക്കുന്ന വചനം ഏറ്റെടുത്തു. വിശ്വാസ സാക്ഷിയും മരിച്ചവരുടെ ആദ്യജാതനുമായിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അനേകർ ഏറ്റെടുത്ത് വചനം ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അവന്റെ വാത്സരം ഒരിക്കലും മാറിപ്പോകുന്നില്ല. വാഗ്ദത്തത്തിൽ യേശു പിന്മാറുന്നില്ല, വചനം പിന്മാറുന്നില്ല. അറിയാതെ പറഞ്ഞു പോയി എന്ന് യേശു പറയാറില്ല. മാതാവി പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഞാൻ അത്രയും ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, അത്രയൊക്കെ പ്രശ്നമാകുമെന്ന് ഞാൻ ഓർത്തില്ല. ഇപ്പോഴാണ് അതിന്റെ പ്രതികൂലങ്ങളെ ഞാൻ അറിയുന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ മനുഷ്യനുള്ള നിലയ്ക്ക് ഞാനും നിങ്ങളും പറയുമ്പോൾ യേശു പറയുക, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് ഒന്നും നമ്മുടെ യേശു പറയില്ല. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവന്. കർത്താവാണ് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ, ഒരുക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന ദൂത് വാക്ക് പറഞ്ഞ മാറിപ്പോകുന്നില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയാതെ ഒന്നും നമ്മുടെ യേശു പറയത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ അറിയാതെ പറയും കേട്ടോ. തെറ്റിപ്പോയി ക്ഷമിക്കണമെന്നൊക്കെ പറയും. മനുഷ്യൻ പറയും, നമ്മുടെ കർത്താവ് നമ്മോട് പറയുമോ, ഞാൻ അറിയാതെ പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം, സോറി പറയോ കർത്താവ്? അല്ലെങ്കിൽ മനുഷ്യനല്ലേ എപ്പോഴും സോറി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അല്ലെങ്കിൽ സഹോദര സോറി കേട്ടോ, ക്ഷമിക്കണം. യേശു ഒരിക്കലും പറയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, യേശു ഒരിക്കലും സോറി പറയത്തില്ല. യേശു ഒരിക്കലും എന്നോട് ക്ഷമിക്കണമെന്ന് പറയത്തില്ല. അവന്റെ വചനം വിശ്വാസയോഗ്യമാ. അല്ലേ? യേശുവിന്റെ വചനം വിശ്വാസയോഗ്യമാ. അല്ലേരില്ല. അത് നിനക്ക് യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ? വീണ്ടും ദൈവത്തിന്റെ വചനം മൂന്നാമതായി യേശു വിശ്വസ്തൻ എന്നുള്ള നിലയില് അപ്പോസ്തലനായ പൗലോസ് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. കുരിന്ത്യലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. കുരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരിന്ത്യലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കുരിന്ത്യലേഖനം
9 വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയായിട്ടില്ല കേട്ടോ, ലോകത്തിന്റെ കൂട്ടായ്മയല്ല ഞാൻ പറഞ്ഞത്. മത നേതാക്കന്മാരുടെ കൂട്ടായ്മയല്ല, മതങ്ങളുടെ കൂട്ടായ്മയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ മതങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്, മത നേതാക്കന്മാർക്ക് കൂട്ടായ്മയുണ്ട്, സംഘടനകൾക്ക് കൂട്ടായ്മയുണ്ട്, വിവിധ മതങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്, രാഷ്ട്രീയക്കാർക്ക് കൂട്ടായ്മയുണ്ട്, എല്ലാവർക്കും കൂട്ടായ്മകളുണ്ട്. പക്ഷെ അവരൊന്നും വിശ്വസ്തരല്ല. ഭൂമിയിൽ മനുഷ്യരാ സ്ഥാപിച്ച കൂട്ടായ്മകളൊന്നും വിശ്വസ്തനല്ലാതിരിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, തന്റെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതെ, നീ ദൈവത്തിന്റെ കൂട്ടായ്മയിലാണോ ഇതെന്ന് തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ആരുടെ കൂട്ടായ്മയില? ഏത് കൂട്ടായ്മയില? വിശ്വസ്തനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണോ നീ ഉള്ളതെന്ന് ഇന്ന് പകൽ നീ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അതെ, കൂട്ടായ്മകൾ പലതുമുണ്ട്. പല കൂട്ടായ്മകളുണ്ട്. നമുക്കറിയാം, മദ്യപിക്കുന്നവരുടെ മദ്യപാനികളുടെ കൂട്ടായ്മയുണ്ട്, മയക്കുമരുന്നുകാരുടെ കൂട്ടായ്മയുണ്ട്, ദുർനടപ്പുകാരുടെ കൂട്ടായ്മയുണ്ട്, അശുദ്ധന്മാരുടെ കൂട്ടായ്മയുണ്ട്, ബോഷ്ക്ക് പറയുന്ന കൂട്ടായ്മയുണ്ട്, സാത്താന്റെ കൂട്ടായ്മ ഭൂമി പെരുകിയിരിക്കുന്നു. അനവധി കൂട്ടായ്മകൾ വിവിധ തലത്തിലുണ്ട്. മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ശാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്ന, മനുഷ്യനെ ഇല്ലായ്മയിൽ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന സാത്താന്യ കൂട്ടായ്മകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു വചനത്തിനകത്ത് പറയുക, ഈ വചനം വിശ്വാസ യോഗ്യമാ. തന്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അതേ സഹോദരി, അതേ സഹോദര, അതേ കേരള മാതാവി, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ മാറിപ്പോകത്തില്ല. അവന്റെ ആ വാഗ്ദാനം നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുൻ പിതാക്കന്മാരെ ദൈവം വിളിച്ചു, കരം പിടിച്ചു, അവരെ വഴി നടത്തി, അവരുടെ ഓട്ടത്തെ വിജയത്തോടു കൂടി ഓടുവാൻ അവർക്ക് വേണ്ടുന്ന സകല കൃപയും നൽകി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് ലേഖനം പറയുന്നത്. പിതാക്കന്മാർ നമുക്ക് മുമ്പേ അവർ ദൈവത്തിൽ നിന്നും വിശുദ്ധിയോടെ നിന്നു. വിശ്വസ്ത സാക്ഷിയും മരിച്ചു ആദിച്ചാതനും ഏക വിശ്വസ്തനുമായിരിക്കുന്ന കർത്താവ് നമ്മുടെ പിതാക്കന്മാരുടെ നരിയാണി ഉറപ്പിച്ചു, കാലുകളെ ഉറപ്പിച്ചു. അവർ കർത്താവിന് വേണ്ടി ഓടി യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ഉറച്ചു നിന്ന് അവർ ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ച് അവർ മരിച്ച നിത്യതയ്ക്ക് വേണ്ടി കല്ലറകളിൽ നിദ്ര കൊള്ളുന്നു. ഈ കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ യേശുവിനെ വിശ്വസിക്കുന്നതിനോട് കൂടി നിന്റെ സകല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒന്നാമതായി നിനക്ക് സമാധാനം ലഭിക്കും. അവൻ കർത്താവ് അല്ലെങ്കിൽ പഴയ ഭക്തന്മാരൊക്കെ ഓടി, അതുപോലെ നിങ്ങളും അവസാനം വരെ നിങ്ങളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവിന്റെ ജനനം മുതൽ നിന്റെ മരണം വരെ, അഥവാ കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിൽ വേണ്ടുന്ന സകല ആവശ്യങ്ങൾ, നിന്റെ സകല ആവശ്യങ്ങളും നിനക്ക് ആവശ്യമായിരിക്കുന്നെല്ലാം തന്ന് നിന്നെ നടത്തുവാൻ. ഹല്ലേലൂയ. യേശു വിശ്വസ്തനാ. വിശ്വസിക്കാൻ കഴിയെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ആരാധന കൊടുത്താട്ട്, ശ്രുതികൾ കൊടുത്താട്ട്, വിശ്വസ സാക്ഷി മരിച്ചു ആദിജാതനുമായിരിക്കുന്ന യേശുവിനെ നീ മഹത്വപ്പെടുത്ത്. ജാതരത്തിന്റെ കെട്ടുകൾ പൊട്ടട്ട്, നാവിന്റെ ബന്ധനം കഴിയിട്ട്, ലജ്ജയിക്കാതെ ദൈവത്തെ സ്തുതിക്ക്. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നോക്കിയല്ല, ചുറ്റും നിൽക്കുന്ന എന്ത് പറയും, വീട്ടുകാർ എന്ത് പറയും, സഹോദരൻ എന്ത് പറയും, സഹോദരി എന്ത് പറയും, എന്റെ അയൽവാസി എന്ത് പറയും, എന്റെ ബന്ധുക്കൾ എന്ത് പറയും എന്ന് പറഞ്ഞ് ലജ്ജിച്ച് മാറി നിൽക്കാതെ നീ ലജ്ജ കൂടാതെ ആദരങ്ങൾ തുറന്ന് നീ ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. വിശുദ്ധ സാക്ഷി
സാക്ഷിയും മരിച്ചു ആദിശാന്തനുമായിരിക്കുന്ന ഈ യേശുക്രിസ്തു ഏക വിശ്വസ്തനെ ലജ്ജ കൂടാതെ നീ ആരാധിക്കുന്നെങ്കിൽ, ലജ്ജ കൂടാതെ അവന്റെ കൂട്ടായ്മയിൽ കടന്നു നിന്ന് വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ദൈവം പണിയുവാൻ, നിന്റെ തലമുറയെ ദൈവം പണിയുവാൻ, നിന്റെ കുടുംബത്തെ ദൈവം സ്വസ്ഥതയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം കേട്ടോ, കർത്താവിന് വേണ്ടി നിൽക്കണം. അതേ മാതാവേ, പിതാവേ, ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ പോവുക, ദൈവം നിന്നെ വിടുവിക്കാൻ പോവുക. നിന്റെ സകല ബാധകളെ നീക്കി, സകല ബന്ധനങ്ങളെ നീക്കി, സകല രോഗങ്ങളെ നീക്കി അവൻ നിനക്ക് അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം തരാൻ പോവുക. ഹല്ലേലൂയ. ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് പകൽ ദൈവസ്ഥയിലേക്ക് മടങ്ങി വരട്ടെ. അപ്പം നമ്മുടെ കർത്താവ് എല്ലാ നിലയിലും വിശ്വസ്തനാ. അതുകൊണ്ട് നിങ്ങളെ വീഴാതെ വണ്ണം, ഹല്ലേലൂയ, നിങ്ങൾ വീഴാതെ വണ്ണം, നിങ്ങൾ വഴുതിപ്പോകാതെ വണ്ണം നിങ്ങളെ കാക്കുന്നതിനും തന്റെ മഹിമയുള്ള സന്നിധാനത്തിൽ കുറ്റമില്ലാത്തവരായി നിങ്ങൾ നിർത്തുവാനും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീഴാതെ വണ്ണം, വഴുതി പോകാതെ വണ്ണം, ഹല്ലേലൂയ, തന്റെ മഹിമയുടെ സന്നിധിയിൽ നിർത്തുവാൻ വിശ്വസ്തനാ. ഈ ലോകത്തിൽ ജനങ്ങൾ കള്ളവും കാപട്യവും നിറഞ്ഞവരാ. ഈ ലോകത്തിൽ ജനമെന്താ കള്ളവും കാപട്യവും നിറഞ്ഞവരാ, ചൂഷണം ചെയ്യുന്നവരാ, ആമെ മോഷ്ടിക്കുന്നവരാ, ആമെ കുലപാതകം, ആമെ വെറുക്കോത്ത് ദുർനടപ്പുകാരാ. അതാണ് ഹല്ലേലൂയ. ആമെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ടും പിടിച്ചു പറിച്ചും പറ്റിച്ചും ആമെ കൊള്ളപ്പലിശ വാങ്ങിയും ആമെ ജനങ്ങളെ അവിശ്വസ്തരാക്കിക്കൊണ്ട് ജനത്തിന്റെ മുമ്പിൽ കണ്ണിൽ മണ്ണ് വാരി പൂഴി വാരി ഇട്ടുകൊണ്ട് മനുഷ്യനെ കാബളിപ്പിക്കുന്നവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം കാപട്യം നിറഞ്ഞവരാ. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, സങ്കീർത്തനം 12 ഇങ്ങനെ എഴുതി വെച്ചു, അല്ലെ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതെ, ഞാൻ ആദ്യം പറഞ്ഞു, ഭൂമിയിൽ ഒരു വിശ്വസ്തനുമില്ലെന്ന്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സകല മനുഷ്യരും കാപട്യമുള്ളവരാ. ഈ ഭൂമിയിലെ സകല മനുഷ്യരും കാപട്യമുള്ളവരാ. മനുഷ്യൻ വിശുദ്ധനാക്കി വരും, സ്വയം വിശുദ്ധനാക്കി വരും. എല്ലാം കാപട്യം കൊണ്ട് പറഞ്ഞതാ. മനുഷ്യൻ വിശുദ്ധരാക്കി ഒരുപാട് പേരുണ്ട്, സ്വയം വിശുദ്ധന്മാരെന്ന് പറയുന്നവരുണ്ട്. അവരെല്ലാം കാപട്യം കൊണ്ട് പറയപ്പെട്ടതാ. നമുക്കറിയാം, സ്വയം വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച് സ്വയം വിശുദ്ധനാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന, കാപട്യ വേല ചെയ്യുന്ന, കാപടം നിറഞ്ഞ കാപട വിശ്വാസം, കാപട വേല ചെയ്യുന്ന കാപട അപ്പോസ്തലന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശു. അതുകൊണ്ടാണ് ദാവീദ് നിലവിളിക്കുന്നത്, യഹോവയെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. അതേ സ്നേഹിത, നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നീ കർത്താവിന്റെ വിശ്വസ്തയോട് കൂടി നിൽക്ക്, കർത്താവിനെ വിശ്വസ്തയോട് സേവിക്ക്. ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടിയിട്ട് നിന്റെ ആത്മജീവിതത്തെ നീ തകർത്ത് കളയരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ പറഞ്ഞത്, വിശ്വസ്ത സാക്ഷി മരിച്ചവരിൽ ആദി ജാതിരും ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയിൽ സമാധാനം ഉണ്ടാകട്ടെ. അതെ, യേശുവിനെ നീ വിശ്വസിക്കുക. ഇന്ന് പകൽ നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനം കഴിഞ്ഞ് യേശുവിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിന് തളർച്ച മാറും. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ നീ പോയാൽ നീ തകരാൻ സാധ്യതയുണ്ട്. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുടെ 800 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവർ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിലും, വാർത്തയിലും, രാജ്യത്തിലും, അശന യാച് ഓർഫനേജിലും, ഓൾറേജ് യുവ തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി മേഖലയായിരിക്കുന്ന എല്ലാ ട്രൈബൽ വിഭാഗത്തെയും ജനത്തെ, അധികാരികളെയും, കർത്താവേ, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും സേവിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന, വാക്തത്വം ചെയ്തിട്ട് വാക്കുമാറാതെ ഇവിടെ വാക്തം നിറവേറി നിത്യജീവനെ കൊടുക്കുന്ന വിശ്വാസ സാക്ഷി മരിച്ചവർ ആദ്യ ജാതിരുമായിരിക്കും യേശുവിന്റെ കരങ്ങളില് ഈ ജനത്തെ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, കർത്താവിൽ ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യറിന്റെ ഭാഗങ്ങളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന സകല ജനത്തെയും, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവ്, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല ആയിരിക്കുന്നവർക്കായി, അല്ലെങ്കിൽ ബാങ്ക് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ രംഗം, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെയും ഉദയപരങ്ങളിൽ ലഭിക്കും. കടലോര മാസിലെ തീരദേശ
മത്സ്യത്തിന് കടന്നു പോയിരിക്കുന്ന ഒരു ചെറുതും വലുതും എല്ലാ വ്യാപാരികളും കഴിവര കച്ചവടക്കാരെ അല്ലൊരു കർത്താവ് ശീലമേലും കർഷമേൽ ജോലി എന്നവർ ആമി കർത്താവ് സ്തോത്ര സാഗര ജനത്തെ മത സാമൂഹ്യ സംസ്കാര സംഘടന ചരിത്ര മാധ്യമ മീഡിയ സയൻസ് എഞ്ചിനീയർമാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശരാജ്യങ്ങൾ കഷ്ടം സഹിക്കും വേദന ലഭിക്കും, മണ്ണാനും കഷ്ടം സഹിക്കും വേദന ലഭിക്കുന്നവർ, ആമീൻ ജയിലിൽ കിടക്കുന്നവർ, എല്ലുരിയ ദേശം പീഡന സൗകര്യമാർ, സാലറി കിട്ടാതെ നാട്ടിൽ കിടന്നവർ ഭാരപ്പെടുന്നവർ, എല്ലുരിയ വിവിധ കുറ്റകൃത്യങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവിന്റെ വേലയിൽ സ്നേഹിച്ചു കടന്നു ദാസമാർ തലമുറകളെ ഓർത്ത് പ്രാർത്ഥി. മദ്യത്തിനും മയക്കിനും ശേഖരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, പാപത്തിന് ശാപത്തിന് വീണ് കിടക്കുന്നവർ, ബന്ധനങ്ങൾ വീണ് കിടക്കും, മാരണ രോഗത്തിൽ വ്യാധികളാൽ ഭാരപ്പെടുന്നവർ, മരണാസിലായിരിക്കുന്നവർ, ലേഡിയ വിവിധമായി പ്രതിസന്ധി കടന്നു പോകുന്ന എല്ലാ ജനതയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവർക്കെല്ലാം സൗഖ്യ സമാധാനം കൊടുക്കണമേ. എല്ലാ കുടുംബത്തിലെ സമാധാനം നിറയട്ടെ, എല്ലാ കുടുംബ സന്തോഷം നിറയട്ടെ, എല്ലാ കുടുംബത്തിന്മേലുള്ള ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് പോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്ക് അത്ഭുതം ചെയ്യട്ടെ. പ്രത്യാശയുടെ സ്വീകാര്യ മുറുക്കൾ പിടിച്ചുള്ള വാഗ്ദാനം ചെയ്ത വിശ്വസ്തൻ കർത്താവ് ഇന്ന് പകലിൽ ജനത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കഷ്ടതകൾ, അവരുടെ വേദനകൾ, നൊമ്പരങ്ങൾ, പാപങ്ങളെ നീക്കി ഈ ജനത്തെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.